ഓക്കെ, നമ്മളിനി വാക്സ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ വാക്സ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ഹെയർ ലൈൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഇയറിൻ്റെ ഇവിടുത്തുള്ള ഈ ലൈൻ നോക്കി വേണം വാക്സ് ചെയ്യാൻ. അത് കുറച്ച് മാറ്റിയിട്ട് ബാക്കിയുള്ള ബാലൻസ് ഹെയറാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ അവരെ കൊണ്ട് നമ്മളൊന്ന് ടൈറ്റ് ചെയ്യിപ്പിക്കുക. അവരോട് കവിളൊന്ന് വീർപ്പിച്ച് പിടിക്കാൻ പറയാം. അപ്പോൾ അത് അത്രയും ഭാഗം ടൈറ്റ് ആവും. അതിൻ്റെ കൂടെ നമ്മളും കൂടെ ടൈറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ടൈറ്റായിട്ടിരിക്കും. ടൈറ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ വാക്സ് അപ്ലൈ ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ എടുക്കുന്നതും വാക്സ് ചെയ്യുമ്പോഴും ടൈറ്റ് ചെയ്ത് പിടിക്കണം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വാക്സ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ നമ്മൾ വാക്സ് അപ്ലൈ ചെയ്യുവാണ്. മേളിൽ നിന്ന് താഴോട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിൻ്റെ റൂട്ട് നോക്കുക. ഹെയറിൻ്റെ റൂട്ട് മേളിൽ നിന്ന് താഴോട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മേളിൽ നിന്ന് താഴോട്ട്. അതുപോലെ തന്നെ ഹോട്ട് വാക്സ് ആണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഫേസിൽ വെക്കുമ്പോൾ ചൂടുണ്ടോയെന്ന് ഒന്ന് ഊതിയതിന് ശേഷം മാത്രമേ വെക്കാവുള്ളൂ. അല്ലെങ്കിൽ പൊള്ളാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. അതുപോലെ തന്നെ നമ്മൾ വാക്സ് സ്ട്രിപ്പ് എടുക്കുമ്പം അത് ഫുൾ ലെങ്തിലെടുത്ത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ അതിനെ നമ്മളൊന്ന് മടക്കുക. മടക്കിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നടുക്കുന്നൊന്ന് കട്ട് ചെയ്തെടുക്കുക. കാരണം നമുക്ക് വേണ്ടതിന് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്താൽ മതിയാവും. നമുക്ക് ആവശ്യത്തിന് ഈ ഒരു സ്ട്രിപ്പ് പകുതി മതിയാവും. അപ്പോൾ അതിനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെക്കുക. കാരണം ഫേസ് വാക്സിന് നമ്മളെപ്പോഴും കട്ട് ചെയ്ത ഭാഗം വെച്ചാണ് ചെയ്യുന്നത്. ഫുൾ സ്ട്രിപ്പ് വെച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഹാഫ് വെച്ചിട്ട് ചെയ്യുകയാണ്. അപ്പോൾ അവരോട് നമ്മൾ ടൈറ്റ് പറഞ്ഞിട്ടുണ്ട് ഭാഗമുണ്ട്. നമ്മളിവിടെ ടൈറ്റ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം നമ്മൾ സ്ട്രിപ്പ് ഒട്ടിക്കുകയാണ്. സ്ട്രിപ്പ് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ താഴേന്ന് മേളിലോട്ടാണ് വലിക്കുന്നത്. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എടുക്കുമ്പം ഇവിടെ അല്ല ടൈറ്റ് ചെയ്യുന്നത്, നമ്മൾ താഴെയാണ് ടൈറ്റ് ചെയ്ത് പിടിക്കുന്നത്. താഴെ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ടാണ് നമ്മൾ വാക്സ് സ്ട്രിപ്പ് വലിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും പോകുന്നത്. അത് 2 പ്രാവശ്യം പ്രസ് ചെയ്യുക, എടുക്കുക. അതുപോലെ തന്നെ ഈ ഹെയർ ലൈൻ ശ്രദ്ധിക്കണം, അവിടോട്ട് ഹെയർ കയറി പോകരുത്. അതുപോലെ തന്നെ നമ്മുടെ ഹെയറിലോട്ടും പോവാതെ ശ്രദ്ധിക്കണം. ഐബ്രോസ് ശ്രദ്ധിക്കണം. ഇതെല്ലാം ശ്രദ്ധിച്ച് വേണം എടുക്കാൻ. ഇവിടെ ടൈറ്റ് ചെയ്ത് വേണം എടുക്കാൻ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ടൈറ്റ് ചെയ്യാം. ഇങ്ങനെ ഒട്ടിച്ച് ശേഷം നമുക്ക് ഇവിടെ ഇങ്ങനെ ടൈറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാവുന്നതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കാം. ഫേസിലൊക്കെ ഒരു 2 പ്രാവശ്യത്തിൽ കൂടുതൽ നമ്മൾ സ്ട്രിപ്പ് വെച്ച് ഉപയോഗിക്കരുത്. കാരണം ചിലപ്പം എന്തെങ്കിലുമൊക്കെ വരാൻ സാധ്യതയുണ്ട്, പാടൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് 1 അല്ലെങ്കിൽ 2 പ്രാവശ്യത്തെ കൂടുതൽ ഫേസിൽ വാക്സ് സ്ട്രിപ്പ് വലിക്കാൻ പാടില്ല. അപ്പോൾ നമുക്കിന്ന് ഈ ഒരു സൈഡ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലർക്ക് ചിലപ്പം ഈ സൈഡ് എടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് മാത്രമായിട്ട് നമ്മളിങ്ങനെ ഹെയർ മാറ്റി വെച്ചിട്ട് അവിടെ മാത്രം ഹെയറിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ടത് റിമൂവ് ചെയ്യുക. അത് വേണമെന്നുള്ളവർക്ക് അങ്ങനെ തന്നെ നിർത്തിയേക്കുക. അതുപോലെ തന്നെ ഈ സൈഡ് നമ്മൾ ഫേസ് എടുക്കുമ്പോൾ ഈ ഒരു ഏരിയ ഫുള്ള് എടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയ എടുത്തിട്ട് നമുക്ക് എടുക്കാനുള്ള ഈ ഒരു ഏരിയയാണ്. പിന്നെ കണ്ണിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ച് വേണം എടുക്കാൻ. അതുപോലെ തന്നെ ഐബ്രോസ്, ഫോർഹെഡ് എടുക്കുമ്പോൾ ഐബ്രോസ് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതെല്ലാം നോക്കി വേണം നമ്മൾ വാക്സ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് കഴിഞ്ഞു. ഇനി നമ്മൾ ചിന്നാണ് എടുക്കുന്നത്. അപ്പോൾ അവരോട് ഒന്ന് ചിന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കാൻ പറയാം. അതിനുശേഷം നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ പൗഡർ അപ്ലൈ ചെയ്താണ്. അപ്പോൾ നമ്മൾ ചിന്ന് വാക്സി അപ്ലൈ ചെയ്യുക. Avodha promise you a bright future. Learn now, pay after you land a job. Register now.